1950 തീവയ്പ് നടന്നത്. 49-50 കാലഘട്ടത്തിൽ മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റിയുടെ വലിയ നേതാവാണ്. ആർ ശങ്കർ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവ് വലിയ SNDP-കാരാണ്. ഈ മന്നത്ത് പത്മനാഭൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നു. ആർ ശങ്കർ ദേവസ്വം ബോർഡ് മെമ്പറുമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് തീവയ്പ് നടക്കുന്നത്. ആ സമയത്ത് കാഞ്ഞിരപ്പള്ളിയിലെ 6 കുടുംബങ്ങൾ, കരിമ്പിനാൽ തൊട്ട് 6 കുടുംബങ്ങൾ പുത്തൻ പണക്കാരാണ്, നല്ല കാശൊക്കെ ഉണ്ടാക്കിയവരാണ്. ഇവർക്ക് ശബരിമലയിൽ ശബരിമലയിലല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് പ്ലാന്റേഷനുണ്ട്. ഈ പ്ലാന്റേഷൻ കൊടുത്തത് മൺട്രോ സാഹിബാണ്. അപ്പോൾ 6 കുടുംബങ്ങളുടെ മോട്ടിവേഷനുണ്ട്. അവർ നായാട്ടിന് പോകുന്നവരാണ് ഈ 6 കുടുംബക്കാരും, ഇടയ്ക്കിടയ്ക്ക് ആണുങ്ങൾ. അവിടെ പ്ലാന്റേഷനുണ്ട്. അവിടെ ഒരു പൈലി വർക്കി എന്നൊക്കെ പറയുന്ന പ്ലാന്റേഷൻ നോക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ്, ഈ ഒരു സാഹചര്യത്തിലാണ് അമ്പലം തീ വയ്ക്കുന്നതിന് മുമ്പേ അവിടെ ഒരു കോടാലി സ്വാമി എന്ന് പറഞ്ഞൊരു ജോസഫ് എന്ന് പറയുന്ന ഒരാൾ അവിടെ താമസിച്ചിരുന്നു. അദ്ദേഹം സസ്യഫുക്കാണ്. പക്ഷേ ഒരു ദിവസം അദ്ദേഹത്തിന് വിശന്നപ്പോൾ അദ്ദേഹം മീൻ കഴിച്ചപ്പോൾ അദ്ദേഹത്തിന് കുറ്റബോധം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന പിച്ചള കോടാലി കൊണ്ടുപോയി 10-20 വെട്ട് എവിടെ വെട്ടി, ഗേറ്റിൽ വെട്ടി, ശബരിമല ക്ഷേത്രത്തിൽ വെട്ടി, വിഗ്രഹം അടിച്ചു പൊട്ടിച്ചു, തീയിട്ടു എന്നാണ് ഒരു ഡ്രീം. പക്ഷേ അതോടൊപ്പം ചേർത്ത് പറയുന്നു, ഇദ്ദേഹം അവിടെ എത്തിയപ്പോൾ ഇദ്ദേഹം ബോധം കെട്ടുപോയി. കാരണം അവിടെ സ്ഥിരമായി താമസിക്കുന്ന ആളല്ലേ, പൂജിക്കുന്ന ദൈവമല്ലേ. ബോധം കെട്ട് വീഴുകയും അവിടെ മറ്റ് ആളുകൾ വന്ന് തീ വയ്ക്കുകയും ചെയ്തു എന്നൊരു കഥയുണ്ട്. 12 മണിക്കൂറോളം തീ ഉണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞാണ് ഇത് അറിയുന്നത്. ഈ 6 കുടുംബങ്ങളുടെ ആളുകൾ ചെയ്ത കൂട്ടത്തിൽ സ്ഥിരമായി നായാട്ടിന് പോകുന്നതിൽ അന്നത്തെ കോൺഗ്രസിൻ്റെ വലിയ നേതാവായിട്ടുള്ള ഈ TM വർഗീസിൻ്റെ മകൻ ഏതിലുണ്ട്? ജോൺ വർഗീസ് നായാട്ടിന് പോയിട്ടുണ്ട് എന്ന് റിപ്പോർട്ടിലുണ്ട്. മിന്നൽ പരമശിവൻ എന്ന് പറയുന്ന ആളാണ്, SI ആണ് പോയി അന്വേഷിച്ചത്. മിന്നൽ പരമേശ്വരൻ റിപ്പോർട്ടിൽ പറയുന്നത് ഇത് ആരെന്നറിയില്ല, ജോസഫിൻ്റെ കഥയൊക്കെ പറഞ്ഞിട്ട് അറിയില്ല. പക്ഷേ ഈ ജോസഫ് ഈ സംഭവം നടന്നതിന് ശേഷം കോടാലി ജോസഫ് പിറ്റേ ദിവസം എവിടെ പോയി? പോണ്ടിച്ചേരിക്ക് പോയി. പിന്നെ മരിച്ചോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല, അബ്സ്കോണ്ടിങ് ആണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ജോൺ വർഗീസ് ഉള്ളതുകൊണ്ട്, ജോൺ വർഗീസ് TM വർഗീസിൻ്റെ മകനായതുകൊണ്ട് കേസ് ഫയൽ ചെയ്തില്ല. അപ്പോൾ ഒരു ചിന്ത, ഒന്നുകിൽ പോയ ടീം കത്തിച്ചു, അല്ലെങ്കിൽ ടീം പരിചാരകരെ കൊണ്ടുപോകും കുറേ പേരെ, അവരാണോ കത്തിച്ചത് എന്നുള്ള ഒരു സംശയവും ഇതിനകത്ത് പറയുന്നുണ്ട്. ഒന്ന്, ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സംഘർഷം നടക്കുന്ന സമയം, മൺട്രോ സാഹിബിൻ്റെയും കൂടെ സഹായത്താൽ കാട് ആ പ്ലാന്റേഷൻ കൂടി കീഴടക്കണമെന്നുള്ള ഒരു 4-5 കുടുംബത്തിൻ്റെ ഒരു ആവശ്യം, ഇതെല്ലാം കൂടെ ചേർത്താണ് കത്തിക്കൽ വന്നത്.